ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ. ഈ വർഷത്തെ ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ക്ലാസ്സാണ്. ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷ +1 ഹിസ്റ്ററിയുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റോമൻ എംപയറാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ നിങ്ങളുടെ മെറ്റീരിയൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇതാണ് റോമൻ എംപയറിൽ നിങ്ങൾക്ക് സാക്ഷരതാ മിഷൻ്റെ മെറ്റീരിയൽ. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ക്രിസ്പി ആയിട്ടുള്ള നോട്ട് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് നോട്ടിലേക്ക് പോകാം. ആ നോട്ട് വെച്ചിട്ട് പഠിക്കാം. റെഗുലർ വിദ്യാർത്ഥികൾക്ക് 3 വൻകരകളിലായി കിടക്കുന്ന സാമ്രാജ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാഠമാണ്. അത് റോമാ സാമ്രാജ്യമാണ്. ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് എന്നീ ഭൂഖണ്ഡങ്ങളിലായിട്ട് നിലനിൽക്കുന്ന സാമ്രാജ്യമാണ് റോമാ സാമ്രാജ്യം. നിങ്ങൾക്ക് ഇതിൽ മാപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. 3 വൻകരകളിലായിട്ട് റോമാ സാമ്രാജ്യം നിലനിൽക്കുന്നത്. റോമാ സാമ്രാജ്യത്തിൻ്റെ ഹൃദയമായിട്ട് നിലനിൽക്കുന്നത് മെഡിറ്ററേനിയൻ സീ ആണ്. അത് നിങ്ങളിതിൽ കാണുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മുടെ നോട്ട്സിലേക്ക് പോകാം. മാപ്പ് സ്റ്റഡീസ് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓരോ ചാപ്റ്ററിലും ഏതൊക്കെയാണ് മാപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, റോമാ സാമ്രാജ്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നീ കോണ്ടിനെൻറ്റിൽ വ്യാപിച്ച് കിടക്കുന്ന സാമ്രാജ്യമാണ്, എന്നീ വൻകരകളിൽ വ്യാപിച്ച് കിടക്കുന്ന സാമ്രാജ്യമാണ് റോമാ സാമ്രാജ്യം. ടൈബർ നദിക്കടുത്താണ് റോമ നഗരം സ്ഥിതി ചെയ്യുന്നിട്ടുള്ളത്. റോമാ സാമ്രാജ്യത്തിൻ്റെ ഹൃദയം മെഡിറ്ററേനിയൻ സീ ആണെന്ന് നേരത്തെ നമ്മൾ ഭൂപടത്തിൽ കണ്ടു, മാപ്പിൽ കണ്ടു. യൂറോപ്പിനെയും ആഫ്രിക്കയെയും വേർതിരിക്കുന്ന സമുദ്രമാണ് മെഡിറ്ററേനിയൻ സീ. റോമാ സാമ്രാജ്യത്തിൻ്റെ വടക്ക് ഭാഗത്ത് റൈൻ നദിയും അതുപോലെ തന്നെ ഡനൂബ് നദികളാണ്. തെക്ക് ഭാഗത്ത് നമുക്കറിയാം സഹാറ, ആഫ്രിക്കയിലുള്ള സഹാറ മരുഭൂമിയാണ്. റോമാ സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തെ ആദിമ റോമാ സാമ്രാജ്യമെന്നും ഏർലി റോമൻ എംപയേഴ്സ് ആൻഡ് അന്തിമ റോമാ സാമ്രാജ്യം അഥവാ ലേറ്റർ റോമൻ എംപയർ എന്നും രണ്ടായിട്ട് തരംതിരിക്കാറുണ്ട് ചരിത്രകാരന്മാർ. റോമാ സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തെ ഏർലി റോമൻ എംപയർ, ലേറ്റർ റോമൻ എംപയർ, ആദിമ റോമാ സാമ്രാജ്യമെന്നും അന്തിമ റോമാ സാമ്രാജ്യം എന്നുമായിട്ട് തരംതിരിക്കാറുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പഠിക്കാനുള്ളത് അഗസ്റ്റസ് സീസറിനെ കുറിച്ചാണ്. റോമിൻ്റെ ആദ്യത്തെ ചക്രവർത്തിയായിരുന്നു സീസർ, അഗസ്റ്റസ് സീസർ എന്നറിയപ്പെടുന്നത്. BC 27 റോമൻ റിപ്പബ്ലിക്കിനെ അട്ടിമറിച്ച് അധികാരം പിടിച്ചെടുത്തു. അദ്ദേഹം ഭരണം സ്ഥാപിച്ചു. ആ ഭരണത്തെ അറിയപ്പെടുന്നതാണ് പ്രിൻസിപ്പേറ്റ് അല്ലേ? പ്രിൻസിപ്പേറ്റ് എന്ന് പറഞ്ഞാൽ പ്രഥമ പൗരൻ എന്നർത്ഥം വരുന്ന പ്രിൻസിപ്പ് എന്ന സ്ഥാനപ്പേരോട് കൂടിയാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്? ഭരണം നടത്തിയിട്ടുള്ളത്. 1-2 നൂറ്റാണ്ടുകൾ റോമയിൽ സമ്പൂർണ്ണ സമാധാനമായിരുന്നു. ഒരു സമ്പൂർണ്ണ സമാധാന സാമ്രാജ്യമായിട്ട് റോമൻ സാമ്രാജ്യം നിലനിന്നിരുന്നു. അതിനെ പാക്സ് റോമന അഥവാ റോമൻ സമാധാനം എന്ന് അറിയപ്പെട്ടു. ഓക്കെ, AD 1-2 നൂറ്റാണ്ടുകളിലാണ് ഇത് നടക്കുന്നത്. അഗസ്റ്റസ് സീസറിൻ്റെ പിൻഗാമിയായി വളർത്തുമകനായിട്ടുള്ള ടൈബരീസ് ആയിരുന്നു വന്നിട്ടുള്ളത്. റോമനിലെ സെനറ്റ് സംവിധാനത്തെക്കുറിച്ച്, ഭരണ സംവിധാനത്തെക്കുറിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ റോമൻ സെനറ്റ് റോമിലെ ഭൂ ഉടമകളും അതുപോലെ തന്നെ നോബിൾസ്, കുലീനന്മാരായിട്ടുള്ള ധനികരും പ്രതിദാനം ചെയ്യുന്ന ഒരു സമിതിയായിരുന്നു റോമൻ സെനറ്റ്. അപ്പോൾ ആരൊക്കെയുണ്ട് റോമൻ സെനറ്റിൽ? റോമിലെ ഭൂ ഉടമകളുണ്ട്, നോബിളായിട്ടുള്ള കുലീനന്മാരും ധനികരൊക്കെ പ്രതിദാനം ചെയ്യുന്ന ഒരു സമിതിയായിരുന്നു. ഭരണരംഗത്ത് ചക്രവർത്തിക്ക് തൊട്ട് താഴെയായിരുന്നു ഏറ്റവും മേലെ നമ്മൾ പറഞ്ഞ പ്രിൻസിപ്പ്. അതിൻ്റെ താഴെ വരുന്നതാണ് ആര്? സെനറ്റ്. ചക്രവർത്തിയും സെനറ്റും സൈന്യവുമാണ് റോമൻ ഭരണത്തെ നിയന്ത്രിച്ചിരുന്നത്. അപ്പോൾ ഇനി അടുത്ത് പഠിക്കാനുള്ള റോമൻ സൈന്യത്തെക്കുറിച്ചാണ്. അപ്പോൾ ഏറ്റവും ടോപ്പ് ചക്രവർത്തി, അതിന് താഴെ സെനറ്റ്, അതിന് താഴെ ആര് വരുന്നു? സൈന്യം. ഇവരായിരുന്നു റോമൻ ഭരണത്തെ നിയന്ത്രിച്ചിരുന്നത്. റോമ സൈന്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ റോമൻ സൈന്യം പ്രൊഫഷണൽ സൈന്യമായിരുന്നു. പട്ടാളക്കാർക്ക് ജോലിക്ക് കൂലി, വേതനം നൽകിയിരുന്നു. സാമ്രാജ്യത്തിലെ ഏറ്റവും വലുതും സുസംഘടിതമായിട്ടുള്ള ഒരു ഘടകമായിരുന്നു റോമ സൈന്യം എന്നുള്ളത്. ചക്രവർത്തിമാരുടെ വിധി നിർണ്ണയിക്കുന്നത് സൈന്യത്തിൻ്റെ കരുത്തായിരുന്നു. നല്ല സൈന്യമുണ്ടെങ്കിൽ ആ ചക്രവർത്തിക്ക്
ധാരാളം കാലം തൻ്റെ സാമ്രാജ്യം ഭരിക്കാമെന്നുള്ളതാണ്. AD 3-ാം നൂറ്റാണ്ടിൽ റോമാ സാമ്രാജ്യം ഒരു പ്രതിസന്ധി നേരിടുകയാണ്. അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. 3-ാം നൂറ്റാണ്ടിലെ പ്രതിസന്ധി. 1-2 നൂറ്റാണ്ടിൽ റോമിലെ സമാധാനത്തിന് ശേഷം 3-ാം നൂറ്റാണ്ടിൽ റോമ ധാരാളം പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. 3-ാം നൂറ്റാണ്ടിലെ പ്രതിസന്ധിക്കുള്ള കാരണം ഇറാനിയൻ ആക്രമണവും അതുപോലെ തന്നെ ബാർബേറിയൻ ആക്രമണം. ഇറാനിയൻ ആക്രമണം അതുപോലെ തന്നെ ബാർബേറിയൻ ആക്രമണമാണ്. BC 225 ഇറാനിലെ സസാനിയൻ രാജവംശത്തിലുള്ള ഭരണാധികാരിയായിട്ടുള്ള ഷാബു ഒന്നാമൻ റോമിനെ ആക്രമിച്ച് ആൻറ്റിയാക്ക് പിടിച്ചെടുത്തു. റോമാ സാമ്രാജ്യത്തിൻ്റെ വടക്കേ അതിർത്തിയിലുള്ള ബാർബേറിയന്മാർ വിശേഷിപ്പിക്കപ്പെടുന്ന ജർമ്മനിക് ഗോത്ര വിഭാഗമായിട്ടുള്ള ഫ്രാങ്കുകൾ, ഗോത്തുകൾ, അലൈമാൻ ഇവർ ഈ സമയത്ത് ആക്രമിക്കുകയുണ്ടായിരുന്നു. ഇത് റോമൻ സാമ്രാജ്യം അതുപോലെ തന്നെ ഇറാനിയൻ സാമ്രാജ്യവും തമ്മിലുള്ള വ്യത്യാസം നോക്കുകയാണെങ്കിൽ ഇത് ചോദിക്കാറുണ്ട്. റോമാ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ അനേകം സംസ്കാരങ്ങൾ ചേർന്ന ഒരു രൂപമായിരുന്നു റോമാ സാമ്രാജ്യമെങ്കിൽ ഒരൊറ്റ സംസ്കാരമാണ് ഇറാനിയൻ സംസ്കാരം മാത്രമാണ് നിലനിന്നിരുന്നത്. റോമാ സാമ്രാജ്യത്തിനകത്ത് വ്യത്യസ്ത ഭാഷകളായ ഗ്രീക്ക്, ലാറ്റിന്, കോപ്റ്റിക്, സെൽറ്റിക് തുടങ്ങിയ ഭാഷകളുണ്ടായിരുന്നു. പക്ഷേ ഇറാനിയൻ സാമ്രാജ്യത്തിലെ അരാമിക് ഭാഷയായിരുന്നു ഇറാനികൾ യൂസ് ചെയ്തത്. ഒറ്റ ഭാഷയായിരുന്നു. റോമാ സൈന്യം പ്രൊഫഷണൽ സൈന്യമായിരുന്നു. ഇറാനിൽ നിർബന്ധിത സൈനിക സേവനമാണ് ഉണ്ടായിരുന്നത്. റോമാ സാമ്രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ റോമാ സാമ്രാജ്യം തുറമുഖങ്ങളെ, ഖനികളെ, ക്വാറികളെ, ഒലീവെണ്ണ നിർമ്മാണ ഫാക്ടറികൾ, ഇഷ്ടികക്കളങ്ങൾ എന്നിവയിൽ സമൃദ്ധമായിരുന്നു റോമാ സാമ്രാജ്യം. റോമക്കാർ വൻതോതിൽ ഉപയോഗിച്ചിരുന്ന ഗോതമ്പ്, വീഞ്ഞ്, ഒലീവെണ്ണ പ്രധാനമായും എത്തിച്ചേർന്നത് സ്പെയിന്, ഗാലിക് പ്രവിശ്യകൾ, ഉത്തരാഫ്രിക്ക, ഈജിപ്ത്, ഇറ്റലി എന്നിവയിൽ നിന്നാണ്. വീഞ്ഞും ഒലീവെണ്ണയും കൊണ്ടുവരുന്ന വലിയ ഭരണികൾക്ക് ഡ്രസ്സൽ 20 എന്ന് അറിയപ്പെടുന്നു. 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, എന്താണ് ഡ്രസ്സൽ 20? ഈ വീഞ്ഞും ഒലീവെണ്ണയും കൊണ്ടുവരുന്ന വലിയ ഭരണികയാണ്. റോമിലേക്ക് ഗോതമ്പ് കയറ്റുമതി ചെയ്തിരുന്ന സ്ഥലങ്ങൾ സിസിലിയും അതുപോലെ തന്നെ ബൈസാൻഡിയം എന്നറിയപ്പെടുന്നു. ദെൻ അൾജീരിയ, ന്യൂമീഡിൽ താമസിച്ചിരുന്ന ഇടയന്മാർ ചുമന്നു നടന്നിരുന്ന അടുപ്പിൻ്റെ ആകൃതിയിലുള്ള കുടിലുകളായിരുന്നു മപാലിയ എന്നുള്ളത് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ പുൽമേടുകളായിട്ടുള്ള മേച്ചിൽപ്പുറങ്ങൾ ഇടയ്ക്കിടെ മാറിക്കൊണ്ടിരിക്കുന്ന ഇടയന്മാരെ വിളിച്ചിരുന്നത് ട്രാൻസ് ഹ്യൂമൻസ് എന്നുള്ള പേരിലാണ്. ഇവരെ ട്രാൻസ് ഹ്യൂമൻസ് ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് താമസിക്കാതെ നിൽക്കുന്നതാണ്. ജലോർജം കൊണ്ടുള്ള മില്ലുകൾ റോമക്കാർ പ്രവർത്തിച്ചിരുന്നു. അക്കാലത്ത് ബാങ്കിങ് സമ്പ്രദായം, പണത്തിൻ്റെ ഉപയോഗം വ്യാപകമായിരുന്നു എന്നുള്ളതാണ്. റോമിലെ അടിമത്തം എന്നുള്ളത് റോമിലെ ആകെ ജനസംഖ്യയിൽ 3 ദശലക്ഷം ആൾക്കാർ, 30 ലക്ഷത്തോളം ആൾക്കാർ അടിമകളായിരുന്നു. യുദ്ധത്തടവുകാരായിരുന്നു അടിമകളാക്കിയിരുന്നത്. യുദ്ധങ്ങൾ കുറഞ്ഞപ്പോൾ അടിമകളുടെ ലഭ്യത കുറഞ്ഞു. പിന്നീട് ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്, ആഫ്രിക്ക പോലെയുള്ള ഭൂഖണ്ഡങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നത്. റോമിലെ അടിമകളെ നിക്ഷേപമായിട്ടായിരുന്നു കണ്ടിരുന്നത്. റോമിലെ സാമൂഹ്യ വിഭാഗങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ സെനറ്റർമാർ പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ സൈനികം പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം മധ്യവർഗം അതുപോലെ തന്നെ കീഴാളന്മാർ, അടിമകൾ ഇവരുണ്ടായിരുന്നു. ആദ്യം പറഞ്ഞ സെനറ്റർ നമ്മൾ പറഞ്ഞു ചക്രവർത്തിക്ക് തൊട്ട് താഴെയുള്ളായിരുന്നു സ്ഥാനം. സമൂഹത്തിലെ ഏറ്റവും സമ്പന്ന വിഭാഗമായിരുന്നു. വൻകിട ഭൂവുടമകളും ധനികരും അതുപോലെ തന്നെ കുലീനന്മാരുമായിട്ടുള്ള ആൾക്കാരായിരുന്നു. നൈറ്റുകളായിട്ടുള്ള അശ്വരുടന്മാർ, പട്ടാളക്കാരായിട്ടുള്ളത് കുതിരപ്പടയാളികളായിരുന്നു. സമൂഹത്തിൻ്റെ രണ്ടാമത്തെ രാജാവ് കഴിഞ്ഞ് സെനറ്റർ കഴിഞ്ഞ് പിന്നീടുള്ള സമൂഹത്തിലെ ഏറ്റവും വലിയ വിഭാഗം ഇവരായിരുന്നു. പിന്നീട് വരുന്നത് മധ്യവർഗമാണ്. വ്യാപാരികൾ, കർഷകർ, സൈനിക ഉദ്യോഗസ്ഥർ. കീഴാളന്മാർ, ഹ്യൂമിലിയോറസ് എന്ന് പറയപ്പെടുന്നത് വ്യവസായങ്ങളിലും ഖനികളിലും അവിടെയൊക്കെ തൊഴിലെടുക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ കൈവേലക്കാർ, കൃഷിക്കാർ. ഏറ്റവും താഴെയുള്ള വിഭാഗമായിരുന്നു അടിമകൾ. റോമിലെ അടിമത്തം സർവ്വസാധാരണമായിരുന്നു. ഏറ്റവും താഴെ തട്ടിലാണ്. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയാണ് റോമാ സാമ്രാജ്യത്തെ രണ്ടായിട്ട് വിഭജിച്ചത്. പശ്ചിമ റോമാ സാമ്രാജ്യമെന്നും പൗരസ്ത്യ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ റോമാ സാമ്രാജ്യം എന്ന് വിഭജിക്കപ്പെട്ടിട്ടുള്ളത്.
അദ്ദേഹം പ്രവിശ്യയുടെ അതിർത്തികൾ പുനഃസംഘടിപ്പിച്ചു. അതിർത്തികൾ കോട്ട കെട്ടി സംരക്ഷിച്ചു. സാമ്രാജ്യത്തിൻ്റെ വലുപ്പം ഭരണ സൗകര്യത്തിനായിട്ട് വെട്ടിക്കുറച്ചു. സൈനിക കമാൻഡർമാർക്ക് കൂടുതൽ സ്വയംഭരണാധികാരങ്ങൾ അദ്ദേഹം നൽകുകയുണ്ടായി. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ ഭരണപരിഷ്കാരം ചോദിക്കുകയാണെങ്കിൽ റോമ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായിട്ട് ക്രിസ്തു മതത്തെ അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. അതുപോലെ തന്നെ സോളിഡസ് എന്ന നാണയം, സ്വർണ്ണ നാണയം പുറത്തിറക്കിയിട്ടുണ്ട്. കോൺസ്റ്റന്റിനോപ്പിൾ എന്ന തലസ്ഥാന നഗരം പണി കഴിപ്പിച്ചിട്ടുള്ളതും അദ്ദേഹമാണ്. അപ്പോൾ ഇത്രയാണ് ഈ പാഠത്തിന് നോക്കാനുള്ളത്.